ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. ദിസ് ഇസ് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. സ്പോൺസർഡ് ബൈ ഡെൽറ്റ എക്സ്ചേഞ്ച്, ലീഡിംഗ് ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഇൻ ഇന്ത്യ. മാർക്കറ്റിലേക്ക് വരുമ്പോൾ തുടർച്ചയായിട്ട് മൂന്നാമത്തെ ദിവസം നിഫ്റ്റി ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. സിപ്ല, ഭാരത് ഇലക്ട്രോണിക്സ് തുടങ്ങിയ കമ്പനീസാണ് നിഫ്റ്റിനെ ഫർദറായിട്ട് റാലി ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. എന്നാൽ ഒരു സൈഡിൽ ബജാജ് ഫിനാൻസ്, അതല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് പോലെയുള്ള സ്റ്റോക്കുകൾ നല്ല രീതിയിലുള്ള ഇടിവ് ഉണ്ടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടക്കാം. രാവിലെ നമുക്ക് അത്ര പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ആയിരുന്നില്ല കിട്ടിയത്. ഇന്നലെ US മാർക്കറ്റിൽ നിന്ന് ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ മിനിറ്റ്സ് ഓഫ് മീറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാകില്ല എന്നുള്ളൊരു പ്രസ്താവന കാരണവും ഓൾറെഡി തന്നെ ചൈനീസ് ChatGPT സമാന്തരമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം വരുന്നത് കൊണ്ട് തന്നെ NVIDIA 16% ഇടിവിൽ ആണ് US മാർക്കറ്റ് ഉണ്ടായിരുന്നത്. അത് തന്നെ തുടർന്നു. NVIDIA ഇന്നലെയും 4% ഇടിവ് രേഖപ്പെടുത്തി. മൈക്രോസോഫ്റ്റും ഇടിവ് രേഖപ്പെടുത്തി. കൂടാതെ തന്നെ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാകില്ല എന്നുള്ള ആ ഒരു സൂചനയും കിട്ടി. എന്നാൽ അത് ഫോളോ ചെയ്യാതെയാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് കൊണ്ടത് എന്നുള്ളത് പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ നാളെ ഒരു ദിവസമാണ് നമുക്ക് ബഡ്ജറ്റിന് മുന്നോടിയായിട്ടുള്ളത്. ഫെബ്രുവരി 1-ാം തീയതിയാണ് നമ്മളെ യൂണിയൻ ബഡ്ജറ്റ് ഉള്ളത്. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. ഓപ്പണിംഗ് റേഞ്ച് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടുള്ള ഓപ്പണിംഗ്. അതിനുശേഷം 23,297 രണ്ട് തവണ റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നിഫ്റ്റിയുടെ ട്രേഡിംഗ് റേഞ്ച് ഇൻട്രാഡേ ഹൈയിൽ നിന്ന് 185 പോയിന്റ് റാലി രേഖപ്പെടുത്തി 23,140 നിന്നാണ് ഇന്നത്തെ വീണ്ടും ഹൈ നിഫ്റ്റി റീടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റിയിൽ ഇന്ന് ഭാരത് ഇലക്ട്രോണിക്സ്, പവർ ഗ്രിഡ്, ഹീറോ മോട്ടോകോർപ്പ്, ഭാരത് എയർടെൽ, സിപ്ല തുടങ്ങിയ കമ്പനീസ് 2.5 മുതൽ 4% വരെയുള്ള നേട്ടം കൈവരിച്ചപ്പോൾ ടാറ്റ മോട്ടോഴ്സ് 7% ഇടിവ് രേഖപ്പെടുത്തി. അദാനി എൻ്റർപ്രൈസസ്, ശ്രീറാം ഫിനാൻസ്, ബജാജ് ഫിൻസർവ്, അദാനി പോർട്ട് തുടങ്ങിയ കമ്പനീസ് 1.5 മുതൽ 7% വരെയുള്ള ഇടിവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ബിറ്റ്കോയിൻ വീണ്ടും ഒരു പോസിറ്റിവിറ്റി ബിറ്റ്കോയിനിൽ കാണുന്നുണ്ട്. നമുക്ക് ബിറ്റ്കോയിനിലൊക്കെ ട്രേഡ് ചെയ്യാനായിട്ട് ഡെൽറ്റ എക്സ്ചേഞ്ച്, ഇന്ത്യൻ കമ്പനിയാണ് ഇപ്പോൾ ഡെൽറ്റ എക്സ്ചേഞ്ച്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ബ്രന്റ് ഓയിൽ നോക്കുകയാണെങ്കിൽ 75. ഗോൾഡ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് $16 പെർ ഔൺസിന് ഉയർന്ന് $2,776 ഗോൾഡ് സ്പൈക്ക് ചെയ്തു. വിക്സ് ഇന്ന് 7% ഇടിവ് രേഖപ്പെടുത്തിയതുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രീമിയം മെൽറ്റിംഗ് കിട്ടി. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ പോസിറ്റീവാണ്, 192 പോയിന്റ് പ്ലസ്. ജപ്പാൻ, കൊറിയ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവായിട്ട് നിലകൊള്ളുന്നുണ്ട്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നമ്മളുടെ യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവായിട്ട് തന്നെയാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. യൂറോപ്യൻ മാർക്കറ്റായിട്ടുള്ള ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ ഏറ്റവും താഴെ കാണാം, പോസിറ്റീവാണ്. ഇനി നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്കും ടാറ്റ മോട്ടോഴ്സ് ഇടിയാനുണ്ടായ സാഹചര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം L&T ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ്. L&Tയുടെ നെറ്റ് പ്രോഫിറ്റ് 14% ഉയർന്ന് 3,359 കോടി രൂപ കരസ്ഥമാക്കിയെങ്കിൽ കൂടിയും സ്ട്രീറ്റ് എസ്റ്റിമേഷനേക്കാളും താഴ്ന്ന രീതിയിലാണ് റിസൾട്ട് വന്നത്. അദാനി എൻ്റർപ്രൈസസ് നെറ്റ് പ്രോഫിറ്റ് 97% ഇടിവ് ഉണ്ടായി. അതായത് ഈ തവണ കമ്പനി 58 കോടി രൂപ മാത്രമാണ് പ്രോഫിറ്റ് കരസ്ഥമാക്കിയത്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് 1,888 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ഡാബർ ഇന്ത്യ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് റൂറൽ ഈ ഒരു FMCGയുടെ എല്ലാം തന്നെ റൂറൽ ഡിമാൻഡ് കുറഞ്ഞു എന്നുള്ള കാരണം കൊണ്ട് വലിയ രീതിയിൽ ഇടിവൊക്കെ രേഖപ്പെടുത്തിയ കമ്പനിയായിരുന്നു ഡാബർ ഇന്ത്യ. എന്നാൽ നെറ്റ് പ്രോഫിറ്റ് 2% ഉയർന്നു, 516 കോടി രൂപ. റവന്യൂ 3% ഉയർന്നു. ഗെയിൽ നെറ്റ് പ്രോഫിറ്റ് 28% ഉയർന്നു, 4,084 കോടി രൂപ കരസ്ഥമാക്കി. അജന്ത ഫാർമ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 11% ഉയർന്ന് 233 കോടി രൂപ കരസ്ഥമാക്കി. നവീൻ ഫ്ലോറൈൻ നെറ്റ് പ്രോഫിറ്റ് 7% ഉയർന്ന് ഇയർ 83 കോടി രൂപ കരസ്ഥമാക്കി. 78 കോടി രൂപയിൽ നിന്നാണ് പ്രോഫിറ്റ് ഉയർന്നത്. കൂടാതെ തന്നെ 21% റവന്യൂ ഉയർന്ന് 500 കോടിയിൽ നിന്ന് 600 കോടി രൂപയിലേക്ക് കരസ്ഥമാക്കി. അദാനി പോർട്ട് നെറ്റ് പ്രോഫിറ്റ് 14% ഉയർന്ന് 2,520 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂ 15% ഉയർന്നു. ബാങ്ക് ഓഫ് ബറോഡ നെറ്റ് പ്രോഫിറ്റ് 6% ഉയർന്ന് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 3% ഉയർന്നു. JBM ഓട്ടോ ഭാരത് മൊബിലിറ്റി ഷോയിൽ അവരുടെ പുതിയ 4 പ്രൊഡക്റ്റുകൾ കമ്പനി ലോഞ്ച് ചെയ്തു. മാരുതി സുസുക്കി 5 ഡോർ ജിംനി ജപ്പാനിലേക്ക് അവർ എക്സ്പോർട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം 2030 കൂടിയിട്ട് 8 ലക്ഷം കാറുകളാണ് ജിംനി എക്സ്പോർട്ട് മാരുതി സുസുക്കി ടാർഗറ്റ് ചെയ്യുന്നത്. KP ഗ്രീൻ എനർജി അവർ കോൾ ഇന്ത്യ ആയിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. ഇന്ന് ഏകദേശം ഒരു 5% UC പോയി. ടാറ്റ മോട്ടോഴ്സ് അതെ 52 വീക്ക് ലോയിലാണ്. എന്തുകൊണ്ട് ഇടിഞ്ഞു? ജെഫ്രീസ് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ഇവരുടെ പ്രൈസ് കട്ട് ചെയ്തു. പ്രധാനമായിട്ടും EV സെഗ്മെൻറ്റിൽ
മൊണോപ്പൊളി വാഴുന്ന ഒരു കമ്പനിയായിരുന്നു ടാറ്റ മോട്ടോഴ്സ്. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്റ്റോക്കെല്ലാം തന്നെ ഏകദേശം ഒരു 70 രൂപയിൽ നിന്നൊക്കെയാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ റാലി തുടർന്നത്. ഞാൻ പറയുന്നത് കൊറോണ സമയത്തൊക്കെ ഏകദേശം 70 രൂപയിൽ നിന്നൊക്കെ അവൈലബിൾ ആയിരുന്നു ടാറ്റ മോട്ടോഴ്സ്. അന്നും റാലിക്ക് പ്രധാന കാരണം ഈ ഒരു ഇവിയിലുണ്ടായിരുന്ന ആ ഒരു മൊണോപ്പൊളി സ്വഭാവമായിരുന്നു. അതിനുശേഷമുള്ള കഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈവൻ മാരുതി ഉൾപ്പെടെ 2025 അവസാനത്തോട് കൂടിയിട്ട് ഇവി കാറുകൾ ഇറങ്ങുന്നുണ്ട്. പക്ഷേ മാരുതിക്ക് ഇവി ഇല്ലാന്നേ ഉള്ളൂ. ഹൈബ്രിഡ് ഉണ്ട്. ഓൾമോസ്റ്റ് മാരുതിയുടെ ഹൈബ്രിഡ് കാറുകൾ വലിയ തോതിൽ മൈലേജ് നൽകുന്നുണ്ട്. സാംഹി ഹോട്ടൽ നെറ്റ് പ്രോഫിറ്റ് 22 കോടി രൂപ. കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ എത്രയാണ് ലോസ്? കഴിഞ്ഞ തവണ 236 കോടി രൂപ ലോസ് ഉണ്ടാക്കിയ കമ്പനിയാണ് ഇത്തവണ 22 കോടി രൂപ പ്രോഫിറ്റ്. വിപ്രോ, ഇത്തിഹാദ് എയർവേയ്സ്, അബുദാബി കേന്ദ്രമായിട്ടുള്ള ഇത്തിഹാദ് എയർവേയ്സിൽ നിന്ന് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. വാരിസ് എനർജി കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഓൾമോസ്റ്റ് 296% ഉയർന്ന് 493 കോടി രൂപ കരസ്ഥമാക്കി. കൊറമണ്ഡൽ ഇൻ്റർനാഷണൽ കമ്പനി 230 കോടി രൂപയിൽ നിന്ന് 506 കോടി രൂപ പ്രോഫിറ്റ് കരസ്ഥമാക്കി. പൊക്രാന കമ്പനി 21 കോടി രൂപയിൽ നിന്ന് 50 കോടി രൂപ പ്രോഫിറ്റ് കരസ്ഥമാക്കി. മാക്സ് ഹെൽത്ത് കെയർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 6.5% കുറവുണ്ടായി 316 കോടി രൂപയാണ് ഇത്തവണ കരസ്ഥമാക്കിയത്. സുബ്രോസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 26 നിന്ന് 32 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്താൻ പറ്റി. നമ്മുടെ ട്രേഡിംഗ് ചാനൽ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ട്രേഡ് ചെയ്യാൻ വരുന്ന ആളുകൾ നിർബന്ധമായിട്ടും ന്യൂസും ഗ്ലോബൽ ഈവൻറ്റും ലോക്കൽ ഈവൻറ്റുകളെല്ലാം തന്നെ അറിഞ്ഞിട്ട് ട്രേഡ് ചെയ്യുന്നതാണ് വളരെയധികം നല്ല ഒരു കാര്യം. അപ്പോൾ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഉപകാരപ്പെടും. നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടി ആണ് ന്യൂസുകൾ കളക്ട് ചെയ്യുന്നത്. ഒരു ദിവസം മാത്രം വാലിഡിറ്റി ഉള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വളരെയധികം ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക. താങ്ക് യു.